അനുഗ്രഹീത വിശുദ്ധ പകലനായ ദൈവത്തിന് സ്തോത്രം. എന്നേക്കും അതുല്യനും നിസ്തുലനുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ വീണ്ടും വചനത്തിന് മുമ്പാകെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് കർത്താവിൻ്റെ നിന്ന് മറുളപ്പാടുകളെ കേൾക്കേണ്ടതിന് നമ്മുടെ വേദപുസ്തകങ്ങളെ തുറന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 2-ാമത്തെ വചനം. നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഈ പകലിൽ നമ്മൾ ആരാധിക്കുന്നത് സകലത്തെയും സൃഷ്ടിച്ച് നമ്മുടെ മേൽ സകലത്തെയും കഴിയുന്നൊരു ദൈവത്തെയാണ്. എൻ്റെ മുമ്പിൽ അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയെ നോക്കി പറയുന്നു, അസാധ്യതകളെ സാധ്യമാക്കുന്നൊരു ദൈവത്തിൻ്റെ മുമ്പിൽ അത്രേ ദൈവസഭയായിരിക്കുന്നത്. ഈ പകലിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് മുമ്പാകെ വിളിച്ചു പറയുകയാണ്, കർത്താവേ, അങ്ങേക്ക് സകലതും കഴിയും, അങ്ങേക്ക് സകലതും കഴിയും. ഈ പകലിൽ വേദനയോടെ കണ്ണുനീരോടെ നീറുന്ന പ്രശ്നത്തിന് മുൻപിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. സഹോദര, സഹോദരി, കുഞ്ഞ്, മാതാവ്, നമ്മെക്കുറിച്ച് ദൈവത്തിന് പ്രത്യേക പദ്ധതിയുണ്ട്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള, വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. നമ്മെ ഉദ്ധരിക്കാൻ, നമ്മെ പുറത്തെടുക്കാൻ, നമ്മെ നിലനിർത്താൻ, നമ്മെ യഥാസ്ഥാനപ്പെടുത്താൻ ശക്തിയുള്ള, അസാധ്യതയുടെ നടുവിൽ സാധ്യതമായി ഇറങ്ങി വരുന്ന ഒരു നല്ല ദൈവമുണ്ടെന്ന് ഈ പകലിൽ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നു. വേദനയോടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങളെ കരങ്ങളെ തട്ടി ഈ ദൂതനെ സ്വീകരിക്കുക. എൻ്റെ ജീവിതത്തിൽ അസാധ്യമായി ഒന്നുമില്ല. ഞാൻ സേവിക്കുന്ന ഒരു ദൈവം, ഞാൻ മാനിക്കുന്ന ഒരു ദൈവം, ഞാൻ മഹത്വപ്പെടുത്തുന്ന ദൈവം, ഞാൻ പിൻപറ്റുന്ന ദൈവം ശൂന്യങ്ങളെ പണിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ! പൊളിഞ്ഞുപോയ പട്ടണങ്ങളെ പണിയുന്ന ഒരു ദൈവമാണ്. ആരാണ് എൻ്റെ ദൈവം? ശൂന്യതയിൽ, ഇല്ലായ്മയിൽ എല്ലാത്തിനെയും ഉള്ളതിനെ പോലെ വിളിക്കുന്ന ഒരു ദൈവം എനിക്കുള്ളതിനാൽ ഈ പകലിൽ ഞാൻ വാഴ്ത്തിപ്പാടും. എൻ്റെ ദൈവത്തിന് അസാധ്യമായി യാതൊന്നും തന്നെയില്ല. എന്താണ് ദൈവത്തിന്റെ സഭ? ദൈവത്തിന്റെ സഭ ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. ദൈവത്തിന്റെ സഭ കെട്ടുകളെ അഴിക്കുന്നതാണ്. ദൈവത്തിന്റെ സഭ. വേദന എന്നത് താൽക്കാലികമാണ്. ദൈവം നൽകുന്ന ആശ്വാസം നിത്യമാണ്. ദൈവം നൽകുന്ന ആശ്വാസം നിത്യമാണ്. വേദന എന്ന കെട്ടിനെ അഴിച്ച് നിത്യത നൽകുന്ന ആശ്വാസത്തെ പകരുന്നതാണ് ദൈവത്തിന്റെ സഭ. രോഗമെന്ന് പറയുന്നത് താൽക്കാലികമാണ്. ദൈവത്തിന്റെ സൗഖ്യം നിത്യമാണ്. രോഗത്താൽ ബന്ധിതരായവരെ സഭയ്ക്കകത്ത് കെട്ടടിച്ച് ദൈവത്തിന്റെ സൗഖ്യം നിത്യമായി പകരുന്നതാണ് ദൈവത്തിന്റെ സഭ. ഭാരമെന്ന് പറയുന്നത് താൽക്കാലികമാണ്. ദൈവം നൽകുന്ന ആശ്വാസം നിത്യമാണ്. ഭാരത്തിന്റെ കെട്ടുകളെ അഴിച്ച് ദൈവം നൽകുന്ന നിത്യമായ ആശ്വാസത്തെ പകരുന്നതാണ് ദൈവത്തിന്റെ സഭ. ഈ ദൈവത്തിന്റെ സഭയിൽ, ദൈവത്തിന്റെ ശരീരത്തിൽ, കർത്താവിന്റെ കൃഷിയിടത്തിൽ, കർത്താവിന്റെ കെട്ടിടത്തിൽ, യേശുവിന്റെ ശരീരത്തോട് നമ്മെ ഏകീഭവിച്ചിരിക്കുന്ന ദൈവത്തിന് അസാധ്യമായി യാതൊന്നും തന്നെയില്ല. ഞാൻ ഇന്ന് ഓർക്കുന്നു, ക്രിസ്ത്യാനി അല്ലാതിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയല്ല, പക്ഷെ ബൈബിളിലെ ചെറിയ വചനങ്ങൾ എന്നെ പലപ്പോഴും ബലപ്പെടുത്താറുണ്ട് രാജേഷ്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ ബലപ്പെടുത്തുന്നത്? നിങ്ങൾ ബൈബിൾ വായിക്കണം. ഞാൻ ബൈബിൾ വായിക്കത്തില്ല, പക്ഷെ മതിലുകളിൽ എഴുതിയിരിക്കുന്ന ചില വാക്യങ്ങളില്ലേ, മതിലുകളിൽ എഴുതിയിരിക്കുന്ന ചില വാക്യങ്ങളില്ലേ, ഭാര്യയോട് കലഹിച്ച് മക്കളോട് പിണക്കമുണ്ടാക്കി വീട്ടിൽ നിന്നും കൃത്യമായി കിട്ടേണ്ട സന്തോഷം സമാധാനം കിട്ടാതെ കടത്തിൻ്റെയും ഭാരത്തിൻ്റെയും ജോലിയുടെയും ബിസിനസ്സിൻ്റെയും ഞെരുക്കത്തിലൊക്കെ പെട്ട് ഞാൻ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മരിച്ചേക്കാം, ആത്മഹത്യ ചെയ്തേക്കാം, ഇനി ജീവിക്കേണ്ട എന്ന് കരുതുന്ന വേളകളിൽ മതിലിൽ കാണുന്ന ചില ദൈവത്തിൻ്റെ വചനങ്ങൾ എന്നെ പലപ്പോഴും ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ടെസ്റ്റിഫൈ ചെയ്യുന്നു, എൻ്റെ ദൈവത്തിന് വചനത്തിലൂടെ ഈ പകലിൽ നമ്മെ വിടുവിച്ച് അസാധ്യതകളെ സാധ്യമാക്കാനായിട്ട് കഴിയും. നമ്മെ കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ ദൈവത്തിന്റെ കണ്ണിൽ സാധ്യമാണ്. ഹല്ലേലൂയ! ഇയ്യോബിന്റെ പുസ്തകം, ഈ വേദപുസ്തകത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കാൻ കാരണമെന്ത്? ദൈവത്തിന്റെ പൈതങ്ങളെ, നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം ഇതൊരു മതപുസ്തകമല്ല. ഇതൊരു മതപുസ്തകമല്ല, ഇത് ജീവന്റെ വചനമാണ്. സർവ്വലോകത്തിന് മാർഗം കൊടുക്കുന്ന മാർഗദർശനമാണ്. വഴിപിഴച്ചു പോയ തലമുറകളെ സത്യവഴിയിലേക്ക് തിരിക്കുന്ന ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന വചനമാണ്. ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം എന്റെയും നിങ്ങളുടെയും ഉത്തേജനത്തിനും കർത്താവിൽ നിന്നുള്ള വലിയ നന്മകളെ അനുഭവിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ദൈവം നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്ന കർത്താവിന്റെ ജീവൻ തുടിക്കുന്ന ദൈവത്തിന്റെ വാക്കുകളാണ്. ഇയ്യോബിന്റെ പുസ്തകം ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒരു വലിയ സത്യമാണ്. ഒരു വലിയ ആത്മീയ സത്യത്തെ ദൈവം ലോകത്തിന് പഠിപ്പിക്കുകയാണ്. ലോകത്തിന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. ഇത് സത്യവേദമാണ്. വേദമെന്നാൽ വചനമെന്നാണ്. വചനമെന്നാൽ അരുളി ചെയ്തവൻ രാജാവാണ്. രാജാവ് അരുളി ചെയ്തെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നവ കാലത്തിന്റെ തികവികൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ! വാക്യത്തിലൂടെ നമുക്ക് തിരിച്ചു വരാം. അവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, അങ്ങേക്കൊന്നും അസാധ്യമല്ല.
അങ്ങയുടെ ഉദ്ദേശങ്ങളെല്ലാം നിറവേറുന്നു. ഇതാരാ പറയുന്നത്? ഇയ്യോബ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തനാണ്, ഒരു വിശ്വാസിയാണ്. നമ്മൾ ആരാണ്? നമ്മൾ ക്രിസ്തു ഭക്തരാണ്, നമ്മൾ വിശ്വാസികളാണ്. അപ്പൊ നമ്മുടെ വായിൽ നിന്നും വരേണ്ട വാക്കുകൾ എപ്രകാരമായിരിക്കണം? അസാധ്യതയുടെ മുൻപിൽ, പിരിമുറുക്കത്തിന്റെ മുൻപിൽ, ഞെരുക്കത്തിന്റെ മുൻപിൽ, വെല്ലുവിളികളുടെ മുൻപിൽ നമ്മുടെ വായിൽ നിന്നും വരേണ്ട സാക്ഷ്യം എപ്രകാരമായിരിക്കണം? ഇന്ന് പകലിൽ നാം വായിച്ചു കേട്ട വാക്യത്തോട് ചേർത്ത് പറയുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ വായിൽ നിന്നും പുറപ്പെട്ടു വരേണ്ടത്. നമ്മൾ പറയണം, എന്നെ സകലത്തെയും സാധ്യമാക്കുന്ന ഒരു ദൈവം ജീവനോടെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്നെ നിലനിർത്തുന്ന, എന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന, എൻ്റെ കെട്ടുകളെയും ബന്ധനങ്ങളെയും അറുത്ത് അഴിച്ച് എന്നെ സ്വതന്ത്രമാക്കി എനിക്ക് നല്ല ശുഭഭാവി തരുന്ന ഒരു നല്ല ദൈവം എനിക്കുണ്ടെന്ന് പറയുവാനായിട്ടിടയാകണം. ഇയ്യോബിന്റെ പുസ്തകം ഒരു ജ്ഞാന സാഹിത്യമാണ് എന്ന് പറഞ്ഞാൽ അജ്ഞാനമായി ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിന് ദൈവം ജ്ഞാനം പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഓർക്കുന്നു, ഒരു കത്തോലിക്ക സഹോദരിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞാൻ വളരെയധികം ഞെരുക്കത്തിലൂടെ പോകുന്നു, വളരെ വേദനയാണ്, എൻ്റെ ഹൃദയം പലപ്പോഴും മുറിഞ്ഞു പോകുന്നത് പോലെ തോന്നുന്നു. അപ്പം ഞാൻ ആ സഹോദരിയുടെ പ്രകാരം പറയുകയുണ്ടായി, ആൻറ്റി ഇയ്യോബ്, ഞാൻ വിശ്വാസത്തിൽ വരുന്നതിനും 11 വർഷങ്ങൾക്ക് മുൻപ്, ആൻറ്റി വേദപുസ്തകത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകം നോക്കൂ. ഇയ്യോബ് എത്രയധികം കഷ്ടങ്ങൾ സഹിച്ചു, പക്ഷെ ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ചില്ലേ? ഈ ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ചില്ലേ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പിലുള്ള ഡയലോഗ് കേട്ടിട്ട് അവർ പറയുകയാണ്, ഇയ്യോബ് അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ബുക്ക് പോലും വായിക്കാൻ എനിക്ക് തോന്നുന്നില്ല, അതോടെ ഞാൻ ബുക്ക് പോലും തുറന്ന് വായിക്കത്തില്ല. അപ്പൊ പിന്നെ ഞാൻ അവരുടെ എന്ത് പറയും? പുസ്തകത്തിനകത്ത് എഴുതി തന്നിരിക്കുന്നത് നമ്മെ ജ്ഞാനിയാക്കുന്നതാണ്, നമ്മെ ജ്ഞാനം വരുത്തുന്നു. നാം അജ്ഞരാണ്. കർത്താവ് ഒരുക്കിയ വഴികളിൽ നിന്നും ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും നാം പേടിച്ച് ഓടിയപ്പോൾ, അതിനെ ലംഘിച്ച് ഓടിയപ്പോൾ നാം അജ്ഞാനിയായി തീർന്നു. എന്നാൽ നമ്മെ ജ്ഞാനമാക്കി തീർക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഇത് അനുദിനം നിങ്ങൾ ഭക്ഷിക്കുന്നവരായി തീരണം. വർത്തമാനകാല സമൂഹം എന്ന് പറയുന്നത് വേദനയിലും പിരിമുറുക്കത്തിലും മാനസിക സംഘർഷത്തിലും ശാരീരിക പീഡനങ്ങളിലും നൊമ്പരങ്ങളിലും നോവുകളിലും ആരോടും പറയാൻ കഴിയാത്ത തേങ്ങലുകളിലും വിലാപങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു വലിയ സമൂഹത്തിന് നടുവിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ഇയ്യോബിലൂടെ ദൈവം പഠിപ്പിക്കുന്നത് ഇതിൽ നിന്നെല്ലാം നമുക്ക് പുറത്തു വരാൻ കഴിയും. ഇതിൽ തന്നെ ആയിപ്പോകത്തില്ല, ഈ കെട്ടിനകത്ത് ആയിപ്പോകത്തില്ല, ഈ ഞെരുക്കത്തിൽ ആയിപ്പോകത്തില്ല. ഒരു ചതുപ്പിനകത്ത് പെട്ടതുപോലെ നീ പതിയെ പതിയെ മുങ്ങി നിന്റെ ജീവിതം അസ്തമിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. അതിനകത്ത് നിന്നെ പുറത്തെടുത്തു കൊണ്ട് വന്ന് നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു നല്ല ദൈവമുണ്ട് എന്നുള്ളത്. സാർവലൗകികമായും മതഭേദപരമായും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേയും സകല മനുഷ്യരും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടതയും ഈ പ്രയാസവും ഈ പരിശോധനകളും അനുവദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ എന്തുകൊണ്ട് ഇത്രത്തോളം വേദന അനുഭവിക്കുന്നു? നീതിമാൻ കഷ്ടത അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? നീതിമാന്റെ ജീവിതത്തിൽ ഇത്രയധികം പരിശോധനകളുടെ കാരണം എന്താണ്? എല്ലാവരും ചോദിക്കുന്നു. ദൈവം എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയധികം വേദനകൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയുണ്ടായി, കർത്താവേ, ഒരു നീതിമാനെങ്കിലും കണ്ടാൽ അങ്ങ് ആ ദേശം നശിപ്പിക്കാതിരിക്കത്തില്ലേ? ചോദ്യമാണ്. ഗിദെയോൻ ചോദിക്കുന്നു, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കഷ്ടതകളും അനിഷ്ടങ്ങളും എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആസാഫ് ചോദിക്കുന്നു, കർത്താവേ, ദുഷ്ടന്മാർ എൻ്റെ മുമ്പിൽ തഴച്ചു വളരുകയാണ്, അങ്ങ് ഞങ്ങളുടെ വിളികളൊന്നും കേൾക്കുന്നില്ലേ? ദാവീദ് പലപ്പോഴും ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാർ പോലും യേശുവിനോട് ചോദിച്ചു, കർത്താവായ യേശുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നത് അങ്ങേക്ക് വിചാരമില്ലയോ? കണ്ടു? അപ്പൊ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ, ഭാഷാഭേദങ്ങൾ ഉപരി, മതഭേദങ്ങൾ ഉപരി എല്ലാ മനുഷ്യരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവമുണ്ടെങ്കിൽ ഞാൻ ഈ വേദന അനുഭവിക്കുന്നത് എന്ത്? അജ്ഞത എന്ന് പറയുന്നത്. ദൈവം കൊടുക്കുന്ന ഉത്തരം അവൻ വായിക്കാൻ തയ്യാറാകുന്നില്ല. രക്ഷപ്പെടാൻ ഒരു മാർഗം ദൈവം ഒരുക്കി തന്നിരിക്കുമ്പോൾ, അത് ദൈവത്തിന്റെ ഭക്തന്മാർ വിളിച്ചു പറയുമ്പോൾ അത് സ്വീകരിക്കാൻ അവൻ തയ്യാറാകുന്നില്ല. അബ്രഹാം ചോദിച്ചു, ഒരു നീതിമാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ദേശം നശിപ്പിക്കുമോ? ദൈവം ഉത്തരം കൊടുത്തു, ഒരുത്തനുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല. ഉത്തരം കിട്ടി. ഗിദെയോൻ ചോദിക്കുന്നു, ദൈവം നമ്മോട് കൂടെ ഉണ്ട്, പക്ഷെ എന്തുകൊണ്ട് ഈ കഷ്ടത? ദൈവം ഇറങ്ങി വന്നു, നിന്നെ ഞാൻ പരാക്രമശാലിയായി വിളിച്ചിരിക്കുന്നു, കാണ്, എന്റെ വാക്കിന് തിരമാലകൾ അനുസരണം പറയും, എന്റെ വാക്കിന് പടക് ശാന്തമാകും, എന്റെ വാക്കിന് കടലടങ്ങും. പിന്നെ നിനക്ക് അറിയത്തില്ലേ, നിന്റെ കൂടെയുള്ളവൻ നിനക്ക് സകലത്തിനും മതിയായവനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ PRS ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ക്യാബിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഏകദേശം 4 വർഷത്തോളമായിട്ട് ഞാൻ PRS ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടറിൻ്റെ ക്യാബിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ കിയോസ്ക് ചായ കുടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ 4 വർഷം കൊണ്ട് കാണുന്നു. പക്ഷെ അതുവരെ തോന്നാത്ത മനസ്സിനകത്തൊരു ആലോചന കഴിഞ്ഞ ദിവസം ഞാൻ PRSൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിനകത്തുണ്ടായി. ആ സ്ത്രീയോട് ചെന്ന് ചോദിക്കണം, ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നതായ വലിയ പ്രതിസന്ധി എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ അകത്തൊരു ആലോചന വരികയാണ്. അപ്പോൾ ഞാൻ വീണ്ടും മനസ്സിനകത്ത് ചോദിച്ചു, ഒരുപാട് നാൾ കാണുന്ന സ്ത്രീയാണ്, വീണിച്ചു. പക്ഷെ ആലോചന ഇങ്ങനെ വരികയാണ്. ചോദിക്കും, ഇപ്പോൾ കടന്നു പോകുന്ന എന്തെങ്കിലും വേദന ഉണ്ടോ? ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഞാൻ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കണ്ട് നമ്മുടെ ബ്രാൻഡൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഞാൻ തിരിച്ചിറങ്ങി വീണ്ടും വന്നിരുന്നു. വീണ്ടും അകത്തൊരു ആലോചന. അപ്പം മുമ്പ് പലവട്ടം ഞാൻ ഇങ്ങനെയുള്ള തോന്നലുകൾ വന്ന സമയം ഞാൻ നിരാകരിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് പിന്നീട് വേദന തോന്നിയിട്ടുണ്ട്.
അപ്പൊ ഇപ്പൊ വീണ്ടും ഒരു ആലോചന സമിതി ഞാൻ നിരാകരിച്ചില്ല. ഇന്നലെ കർത്താവദാസൻ അടുത്തപ്പോൾ പറഞ്ഞതുപോലെ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കണോ? ഞാൻ ബാഗ് അവിടെ വെച്ചിട്ട് ഞാൻ പതുക്കെ ചെന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഒരു ചായയോ കോഫിയോ തരൂ. അപ്പോൾ അവരെന്നെ നോക്കിയിട്ട് ഒന്നുകിൽ ചായ എന്ന് പറയണം, അല്ലെങ്കിൽ കോഫി എന്ന് പറയണം. ചായയോ കോഫിയോ തരൂ എന്ന് പറഞ്ഞാൽ ചായക്കട കയറി പറഞ്ഞ്. അപ്പോൾ അവരെന്നെ ഇങ്ങനെ നോക്കിയിട്ട് കോഫി തരാം. ഞാൻ ആയിക്കോട്ടെ ശരി കോഫി. ഞാൻ കോഫി വളരെ കാര്യമായിട്ട് കുടിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞ് അത് ശരി. ഞാൻ പറയാം അങ്ങനെയല്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, QR കോഡ് കാണിച്ചെന്ന് സ്കാൻ ചെയ്ത് തരാം. എൻ്റെ കയ്യിൽ QR കോഡില്ല. ശരി, എൻ്റെ മാനേജർ വരും, ഞാൻ വരുമ്പോൾ അവൻ്റെ ഒന്ന് വാങ്ങിച്ചു തരാം. ഓക്കെ ശരി. അപ്പോൾ പോകുമ്പോൾ മനസ്സിലാത്ത മറ്റേ ചോദ്യങ്ങളൊക്കെ ഇല്ലേ? ഞാൻ ചോദിച്ചു വീട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഞാൻ ചോദിച്ചു നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്താക്കി സമൂഹത്തിന് കൊടുക്കും? ഞാൻ എന്താക്കായി, അമരങ്ങ് പഠിക്കും. ഞാൻ പറയും അങ്ങനെ തലമുറകൾ നശിപ്പിച്ച് കളയാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്കി സമൂഹത്തിന് നിങ്ങൾ കൊടുക്ക്. നിങ്ങൾ പോകുന്ന സഭയിൽ അവർ കൊന്നിട്ടുണ്ട്. നിങ്ങൾ പോകുന്ന സഭയിൽ ഞാനുള്ള വഴിയൊന്നും ഒരുക്കി തരുന്നില്ലേ? നിങ്ങളെ ഉയർത്തുന്നില്ലേ? നിങ്ങളെ മാനിക്കുന്നില്ലേ? നിങ്ങളെ പരിപാലിക്കുന്നില്ലേ? നിങ്ങളെ ഉയർത്താൻ കഴിയാത്ത ഒരു കൂട്ടായ്മ നിങ്ങൾ നിൽക്കുന്നത് എന്തിന്? അപ്പോൾ അവരെന്നെങ്കിലും തിരിഞ്ഞു നോക്കി. തൊട്ടടുത്ത് വേറെ സിസ്റ്റർ വന്നിരുന്നു. ഞാൻ ചോദിച്ചു ഞാൻ കത്തോലിക്കയിൽ പോകുന്നതാണ്. ഞാൻ പറഞ്ഞു ഞാൻ കത്തോലിക്കനായിരുന്നു. അപ്പം നിങ്ങളിപ്പോൾ എന്താണ്? ഞാൻ എൻ്റെ കുറിച്ച് വിശ്വാസം. അത് ശരി. അപ്പോൾ തൊട്ടടുത്ത സിസ്റ്ററിന് തുടങ്ങി കണ്ട എന്നെ സഭ മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പം ഞാൻ സിസ്റ്ററിൻ്റെ മുഖത്തേക്ക് ചിരിച്ച്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് വേണം നിൻ്റെ കൊച്ചിനെ എന്തിനാക്കണമെന്നല്ലേ ചോദിച്ചത്? നീ വല്ല കളക്ടറാക്കി വിടണം. വാ കളക്ടർ, അവർക്ക് ഒരു വിശ്വാസമില്ല, മന്ദബുദ്ധി പെണ്ണി തന്നെ എന്ന് പറഞ്ഞിട്ട് അവരെ കടന്നുപോയി. അപ്പം ഞാൻ വീണ്ടും തിരിഞ്ഞ് അവരുടെ അടുത്ത് പറഞ്ഞു കളക്ടറാക്കി കൂടെ, നമുക്ക് അതിനുള്ളൊന്നും പാങ്കൊന്നും ഇല്ല. ആ കേട്ടി, നിങ്ങൾ രക്ഷപ്പെടാൻ ദൈവം ഇവിടെ സാധ്യത ഒരുക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടത് സ്വീകരിച്ചുകൂടാ? അത് നമുക്കൊക്കെ ഓരോ വിശ്വാസങ്ങളല്ലേ. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തോടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടോ? പറഞ്ഞു ഞാൻ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇനി ആരടുത്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറയാനുള്ളവരുടെ അടുത്ത് എല്ലാം ഞാൻ പറഞ്ഞു. അവസാനമായി ചേട്ടി ഞാൻ BJPയിലെ കൗൺസിലറിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല അതിനകത്തുനിന്ന് ഒരു വിഷയം വരും. അപ്പം ഞാൻ പറഞ്ഞു അത് ശരി ഓക്കെ ഫൈൻ പറയൂ. ഞാൻ അവിടെ ചോദിച്ചു, പേര് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു ഞാനും പാസ്റ്ററും കൂടെ ഒരു ദിവസം നിങ്ങൾ വിളിച്ചാൽ പറയാം. നമ്പറൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ നമുക്ക് ദൈവം അനുവദിച്ചാൽ നമുക്ക് ആ സ്ത്രീയുടെ അടുത്ത് പോവാം. വർത്തമാനകാല സമൂഹം കഴിയുന്നത് വളരെ വേദനയിലാണ്, വളരെ പ്രയാസത്തിലാണ്, വളരെ ദുഃഖത്തിലാണ്, വളരെ ഞെരുക്കത്തിലാണ്. അവരെ രക്ഷിക്കാൻ ആളില്ലാതെ അവർ വെമ്പുകയാണ്. അവരുടെ മുൻപിൽ നമ്മൾ ദൈവത്തിന്റെ വചനവുമായി അവരെ രക്ഷിക്കാൻ ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന സാധ്യതകളുമായി ചെന്നാൽ നമുക്ക് അവരെ രക്ഷിക്കാനായിട്ട് കഴിയും. എന്തുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നു? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ കഷ്ടത, ഈ ഞെരുക്കം, ഈ രോഗം, ഈ പട്ടിണി ഇതെല്ലാം താൽക്കാലികമാണ്. നമ്മുടെ ദൈവം താൽക്കാലികതയെ തള്ളിക്കളഞ്ഞ് നിത്യതയെ പരിഗണിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. അവിടെ കുറ്റാരോപകൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവിടെ കാണുന്നു. കുറ്റാരോപകൻ വന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, ഈ കാണുന്ന ഇയ്യോബില്ലേ, ഇതാ ഈ ഇരിക്കുന്ന ഇയ്യോബ്, ഇവൻ ദൈവത്തെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവമേ ചോദിച്ചു എന്തുകൊണ്ടാണ്? ഇവനെ നീ അനുഗ്രഹിച്ചിരിക്കുകയാണ്, ഇവന് വേലി കെട്ടി നീ സംരക്ഷിച്ചിരിക്കുകയാണ്, ഇവന് സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുകയാണ്, ഇവൻ്റെ മക്കളെ നീ അനുഗ്രഹിച്ചിരിക്കുകയാണ്, പൗരസ്ത്യ ദേശത്തെ പ്രഭുവാക്കി നീ വാഴിച്ചിരിക്കുകയാണ്. ഇവൻ്റെ ആരാധനയുടെയും ഇവൻ്റെ ആത്മീയതയുടെയും അടിസ്ഥാനം നീ കൊടുത്തിരിക്കുന്ന ലാഭമാണ്. അവൻ പറയാൻ സമയമില്ല. നീ കൊടുത്തിരിക്കുന്ന അവിടെ ശ്രദ്ധിക്കുക, നീ കൊടുത്തിരിക്കുന്ന നന്മകളുടെ അടിസ്ഥാനമാണ് നീ ആരാധിക്കുന്നത്, അല്ലാതെ തികഞ്ഞൊരു ആത്മീയനേ അല്ല. ആരാ പറഞ്ഞത്? കുറ്റാരോപകൻ പറയുകയാണ്. ദൈവം പറഞ്ഞു നിനക്കവനെ പരിശോധിക്കുവാൻ ഞാൻ അനുവാദം തന്നിരിക്കുന്നു. ഇവൻ പറയുകയാണ്, ദൈവമേ നിന്നെ ഇവർ നിന്നോട് പ്രാർത്ഥിക്കുന്നതിനും നിന്നോട് കൈയടിക്കുന്നതിനും നിന്നെ ആരാധന അർപ്പിക്കുന്നതിനും നിനക്ക് യാഗം അർപ്പിക്കുന്നതിനും ഒരു അതിശോക്തിയില്ല. അവൻ ജനിച്ച കാലം തൊട്ട് നീ അവനെ നന്മകളാൽ നിറച്ചിരിക്കുന്നു. അവന് പുത്രസമ്പത്തുണ്ട്, സാമ്പത്തികമായിട്ട് നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന് മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു, അവനെ പ്രഭുവായിട്ട് വാഴിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവൻ നിന്നെ ആരാധിക്കുന്നത്. ദൈവം പറയണം അതൊന്നും അല്ല കാര്യം. കുറ്റാരോപകനായ പിശാച് നിനക്ക് തെറ്റി. എന്റെ ദാസൻ നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, അവൻ എന്റെ മുഖം അന്വേഷിക്കുന്നവനാണ് ദിനം പ്രതി. പക്ഷെ കുറ്റാരോപകന്റെ വായെ ദൈവം അടയ്ക്കുന്നത് തൻ്റെ ദാസനെ പരിശോധനയുടെ ഒരു വലിയ ടെസ്റ്റിലേക്ക്, പരിശോധനയിലേക്ക് കയറ്റി വിട്ടുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദൈവഭക്തനെതിരെ അവന്റെ ജീവിതത്തെ നോക്കി വിരൽ ചൂണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റം ചുമത്തുന്നവനെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം തുറന്നു വയ്ക്കുന്ന പരിശോധനകൾ അത് താൽക്കാലികം മാത്രമാണ്. ഇത് ആരംഭിച്ചത് ദൈവമാണ്.
വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, കർത്താവ് കൽപ്പിക്കാതെ ആര് പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്? ഈ പകലിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവം കൽപ്പിക്കാതെ ഒരു ഈച്ചൊന്നും നമ്മുടെ ജീവിതത്തിൽ പാറുകയില്ല. ദൈവം കൽപ്പിക്കാതെ ഒരു ചെറു വിരൽ അനങ്ങുകയില്ല. ദൈവം കൽപ്പിക്കാതെ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നീ ചെന്ന് നിൽക്കുകയില്ല. ദൈവം കൽപ്പിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഉത്തരം ലഭിക്കുകയാണ്. ദൈവം എന്തിനാണ് നീതിമാന് കഷ്ടത അനുഭവിക്കുന്നത്? വേറൊന്നും കൊണ്ടല്ല, കുറ്റാരോപകന്റെ വാ അടയ്ക്കണം, ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കണം. കുറ്റാരോപകന്റെ വായടക്കണം, അവനെ നാണിപ്പിക്കണം, അവനെ ലജ്ജിപ്പിക്കണം, അവന്റെ വാക്കുകൾക്ക് വിരോധമായി അവന്റെ തലയെ തകർക്കണം, അവന്റെ പദ്ധതികളെ അസ്തമിപ്പിക്കണം. ദൈവത്തിന്റെ നാമം മാത്രം മഹിമയെടുക്കണം. അവിടെ ദൈവത്തിന്റെ വചനത്തിൽ സീൻ മാറി വരികയാണ്. ശത്രു മുമ്പിൽ നിൽക്കുന്നു. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ സകല കാര്യങ്ങളും പറയുന്നു, നന്മ കൊടുത്തിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. അതാണ് അവന്റെ ആരാധനയുടെ അടിസ്ഥാനം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് നശ്വരമായത്, നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്നതും പൊടിയായി പൊടിഞ്ഞു പോകുന്നതുമായ കാര്യങ്ങളാണോ നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനം? എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചനയായും അരുളപ്പാടായും ദൈവസഭയെ അറിയിക്കുന്നത്, ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നതിന്റെ വസ്തുക്കളെ അടിസ്ഥാനമാക്കിയിട്ടല്ല. പിന്നെ ഇവിടെ വെളിപ്പെടേണ്ടത് അസൗകര്യതയിലെ ആത്മീയതയാണ്. ഇവിടെ വെളിപ്പെടേണ്ടത് അസാധ്യതയിലെ ആത്മീയതയാണ്. ഇവിടെ വെളിപ്പെടേണ്ടത് പ്രതികൂലത്തിന്റെ നടുവിൽ ഒരു ദൈവ പൈതൽ ദൈവത്തിന് വിശ്വസ്തനാണെന്ന് സ്വർഗം കണ്ടു പറയണം. അപ്പോ പിശാച് വാദിക്കുകയാണ്, കുറ്റാരോപകൻ വാദിക്കുകയാണ്, നീ എല്ലാം തിരിച്ചെടുത്ത ഇവന്റെ ഭക്തി ഉപേക്ഷിക്കും, ഇവന്റെ ആരാധന ഉപേക്ഷിക്കും, ഇവൻ ചർച്ചിൽ വരണത് മുടങ്ങും, എല്ലാം എടുത്തോ. കുറ്റാരോപകൻ പറഞ്ഞു, ഇവന് വരൂല, ഇവൻ പ്രസംഗിക്കാൻ കയറൂല, ഇവൻ പാടാൻ കയറൂല, ഇവൻ വായിക്കാൻ കയറൂല, ഇവൻ ചർച്ച ഒരു ആക്ടിവിറ്റിയിലും പങ്കെടുക്കുക, ഇവന്റെ വീട്ടിനകത്ത് പ്രാർത്ഥന മുടങ്ങും, ഇവന്റെ ഹൃദയത്തിനകത്ത് മുഴങ്ങിക്കേട്ട സ്തോത്രത്തിനും ഹല്ലേലൂയയും നിന്നു പോകും. നീ അവന് കൊടുത്തിട്ടുള്ള എല്ലാം എടുത്തു മാറ്റ്. അവൻ ഭക്തി ഉപേക്ഷിക്കും, നിന്നെ പ്രാകും, അവൻ നിന്നിൽ നിന്ന് അകലും, ദൈവത്തെ അവൻ തള്ളിപ്പറയും. ആരാ പറയുന്നത്? നമ്മുടെ ഓരോ ജീവിതത്തിനെ നോക്കി കുറ്റാരോപകൻ വിളിച്ചു പറയും. എന്നാൽ സാത്താൻ ഉന്നയിച്ച ഈ അബദ്ധവാദങ്ങളെ, ഈ കുറ്റാരോപകനും കള്ളനും വിടക്ക് കണ്ണുള്ളവനുമായിരിക്കുന്നവൻ ദൈവ പൈതങ്ങളെ നോക്കി, ദൈവ പൈതലിനെ നോക്കി, ദൈവഭക്തനെ നോക്കി ഉന്നയിച്ച വാദങ്ങളെ ദൈവം പൊളിച്ചടുക്കുന്നത് 1-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ നേരുള്ളവരെന്നും നിഷ്കളങ്കരെന്നും നിർദോഷമുള്ളവരെന്നും ദൈവഭക്തനെന്നൊക്കെ സാക്ഷ്യം പറഞ്ഞ തന്റെ ദാസനെ പരിശോധിച്ചുകൊണ്ടാണ്. പരിശോധന തെറ്റാണോ? അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലുള്ള എക്സാം സെന്ററുകളെല്ലാം പൂട്ടണം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും പരീക്ഷയ്ക്ക് വിടാതിരിക്കുകയും ചെയ്യണം, പരീക്ഷ നടത്താതിരിക്കുകയും ചെയ്യണം. പക്ഷെ നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? പരീക്ഷ നടത്തിയാൽ ആര് വിജയിച്ചു എന്നറിയാം, പരീക്ഷ നടത്തിയാൽ ഇവൻ എത്രത്തോളം പാസ്സായി എന്നറിയാം, പരീക്ഷ നടത്തിയാൽ ഇവൻ എത്രത്തോളം പഠിച്ചു എന്നറിയാം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ സൃഷ്ടിച്ച, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച, എന്നെയും നിന്നെയും സൃഷ്ടിച്ച, ഈ നാം കാണുകൊണ്ട് കാണുന്നത് കാണാൻ കഴിയാത്തതുമായ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് തന്റെ മക്കളുടെ മേൽ പരിശോധന നടത്താൻ അധികാരമുണ്ട്. അപ്പൊ യഥാർത്ഥ ആത്മീയത എന്താണ്? ദൈവ പൈതങ്ങളെല്ലാം പാറപ്പുറത്ത് വീണ പളുങ്ക് പാത്രം പോലെ ചിന്നിച്ചിതറി കിടന്നാലും അതിന് നടുവിലും ദൈവത്തെ തള്ളിപ്പറയാതിരിക്കുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. ലോൺ അടയ്ക്കാൻ കഴിയുന്നില്ല, CC അടയ്ക്കാൻ കഴിയുന്നില്ല, കറണ്ട് ബില്ല് അടയ്ക്കുന്നില്ല, കുഞ്ഞിന്റെ ഫീസ് അടച്ചില്ല, വീടിന്റെ പണി മുടങ്ങിക്കിടക്കുന്നു, വിദേശ യാത്രകൾ മുടങ്ങിക്കിടക്കുന്നു, കല്യാണം മുടങ്ങിക്കിടക്കുന്നു, മരുന്ന് വാങ്ങാൻ കാശില്ല, വാടക പോലും കൊടുക്കാൻ കഴിയുന്നില്ല, സാമ്പത്തിക വിഷയത്തിൽ വളരെയധികം വേദന അനുഭവിക്കുന്നു, കച്ചവടങ്ങൾക്ക് പോലും വലിയ ഉന്നമനങ്ങളില്ല, ആധാരങ്ങളില്ല, ഒരു ആദായവും ഇല്ലാതെ കിടക്കുമ്പോഴും ദൈവത്തെ തള്ളിപ്പറയാത്തതാണ് അസൗകര്യങ്ങളുടെ നടുവിലെ ആത്മീയത എന്ന് പറയുന്നത്. എന്തെങ്കിലും കിട്ടിയിട്ടോ എന്തെങ്കിലും ലഭിച്ചിട്ടോ നമുക്ക് ദൈവത്തെ ആരാധിക്കാം എന്ന് പറയുന്നത് മൂഢന്റെ വാക്കുകളാണ്. അത് കുറ്റാരോപകന്റെ വായിൽ നിന്ന് വരുന്ന സന്ദേശമാണ്. അത് പിശാചിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വിഷവിത്താണ്. ദൈവത്തിന്റെ പൈതങ്ങൾ അത് തിരിച്ചറിഞ്ഞ് മാറ്റിക്കളഞ്ഞ്, എന്നെ സൃഷ്ടിച്ചൊരു നാഥനുണ്ടെങ്കിൽ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം എഴുതി തന്നിരിക്കുന്ന അതിപ്രധാനമായ ഒരു വലിയ മൂല്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ദൈവത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടാണ് ഇവരെ പരിശോധനയ്ക്ക് അയക്കുന്നത്? ദൈവഭക്തന്മാരുടെ മേൽ ദൈവത്തിന് ഒരു സംശയവുമില്ല. പ്രിയ സഹോദര, നിന്റെ ഭക്തിയുടെ മേലും നിന്റെ ആരാധനയുടെ മേലും നിന്റെ സ്തുതികളുടെ മേലും നിന്റെ സ്തോത്രത്തിന്റെ മേലും എൻ്റെ ദൈവത്തിന് ഒരു സംശയവുമില്ല. നീ യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുന്നു എന്നും നീ ജീവനുള്ള ദൈവസഭയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതും ദൈവം സാക്ഷ്യം പറയുന്ന ഒരു കാര്യമാണ്. കാര്യം നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന യേശുവിന്റെ രക്തത്താലാണ്, നിങ്ങളെ വിടുവിച്ച് പുറത്താക്കിയിരിക്കുന്നത് യേശുവിന്റെ ക്രൂശുമരണം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മേൽ ദൈവത്തിന് ഒരു സംശയവുമില്ല. പക്ഷെ നിങ്ങളുടെ മുൻപിൽ നിന്നും വാദിക്കുന്ന ഒരുത്തനില്ലേ, അവന്റെ മുഖം ലജ്ജിപ്പിക്കണമെങ്കിൽ ഒരു സ്വർണത്തെ മണ്ണിൽ നിന്നെടുത്ത് തീച്ചുളയിലൂടെ കടത്തിവിട്ട് അതിനെ വീണ്ടും തിളങ്ങുന്ന ശോഭയേറിയ പൊന്നാക്കി തീർക്കുന്നത് പോലെ
ദൈവം പരിശോധന അനുവദിക്കുന്നു. വേഗത്തിൽ നമുക്ക് 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. അപ്പോൾ ഇയ്യോബിന്റെ ആത്മീയ ബോധനത്തിന്റെ വിചാരണ ആരംഭിക്കുകയാണ്. ഒന്ന്, കുറ്റാരോപം പറഞ്ഞു അവന് കൊടുത്തിരിക്കുന്നതെല്ലാം എടുത്തു മാറ്റ്. അവൻ ദൈവത്തെ തള്ളിപ്പറയും, പ്രാഗും. ഒന്നാമത് അവന്റെ വേലി പൊളിച്ചു മാറ്റി. ഒരു ആത്മീയത, നമ്മുടെ ഭക്തന്റെ ആത്മീയതയുടെ അടിസ്ഥാനം എന്താണ്? എന്നെ അങ്ങറ്റം വരെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ക്രിസ്ത്യാനിയായി തുടരുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? എന്തിൽ ആശ്രയിച്ചാണ് നിങ്ങൾ ക്രിസ്ത്യാനിയായി തുടരുന്നത്? എന്താണ് ഞാൻ വിശ്വാസിയാണ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം? ഇവിടെ നോക്കൂ, ഒന്നാമത് കുറ്റാരോപം പറഞ്ഞു, നീ അവനെ വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ദൈവം ആ വേലിയെ പൊളിച്ചു മാറ്റി. പക്ഷേ ഭക്തന്റെ ആത്മീയത തകർന്നില്ല എന്നുള്ളതാണ്. വേലി പൊളിച്ചു മാറ്റിയാലും ഭക്തന്റെ ആത്മീയത തകർന്നില്ല. ദൈവം അനുവദിക്കാതെ ചെറുവിരൽ നമ്മുടെ ജീവിതത്തിൽ അനങ്ങാൻ ദൈവം അനുവദിക്കുകയില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. പത്രോസെ, പലതവണ നിന്നെ പാറ്റിക്കളയാൻ പിശാച് എന്റെ അടുക്കൽ വന്ന് അനുവാദം ചോദിച്ചു. പക്ഷെ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ അനുവാദം കൊടുത്തില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന, മുന്നും സംഭവിക്കുന്ന, പിന്നും സംഭവിക്കുന്നത്, ഇനി വരും കാലങ്ങളിൽ സംഭവിക്കുന്നത് സകലതും ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, ദൈവത്തിന്റെ പൂർവ്വജ്ഞാനത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആത്മീയതയുടെ അടിസ്ഥാനം ദിവ്യ സംരക്ഷണം അല്ല എന്നത് ഭക്തൻ അവിടെ തെളിയിക്കുകയാണ്. വേലി പൊളിച്ചു മാറ്റിയപ്പോഴും ആത്മീയത തകരാത്തൊരു ദൈവഭക്തൻ അവൻ ദൈവത്തെ കുറ്റം പറയുന്നില്ല, തള്ളി പറയുന്നില്ല. രണ്ടാമത്തെ പരിശോധന, സമ്പത്ത് പൊളിച്ചു മാറ്റി. പൗരസ്ത്യ ദേശത്തെ പ്രഭു 7000 ആടുകൾ, 3000 ഒട്ടകങ്ങൾ, 500 ഉഴവുകാളകൾ, 500 പെൺകഴുത. എന്തൊരു എക്കോണമി, എന്തൊരു സമ്പത്ത്, എന്തൊരു ഫിനാൻസ്! ഇത്രയും വലിയ ഫിനാൻഷ്യൽ സ്ട്രക്ചറുള്ള ഒരു മനുഷ്യൻ, ഒരു ഒട്ടകത്ത് നമ്മളെ വീട്ടിൽ താമസിക്കാൻ പറ്റൂല, പിന്നീട് 3000 ഒട്ടകങ്ങൾ. ഇതെല്ലാം കൂടെ ഇച്ചിട്ട് എവിടെ വാരിക്കൊണ്ടിടും നമ്മൾ? ഒരാടിനെ പുലർത്തുന്നതിന്റെ കഷ്ടപ്പാട് നമ്മളെ ജെയിംസ് ആണെന്ന് അറിയാം. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാൽ, അങ്ങനെ വീടത്ര പൈപ്പെല്ലാം ചവിട്ടി പൊട്ടിച്ച്. അപ്പൊ ഈ 7000 ആടുകളെ എവിടെ കൊണ്ട് നിർത്തും? ഒരുത്തെ ആട് തീറ്റാൻ പോയതിന്റെ കഥ ഇപ്പൊ സിനിമ വരെയായി. ഞാൻ ഒരിക്കൽ ആ ആട് ജീവിതത്തിന്റെ കഥ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ അത് ചവിട്ടുകൊട്ടയിലാണ്. കാരണം ഒരു ദൈവ പൈതൽ ഇതുപോലൊരു ആട് ജീവിതത്തിൽ പെട്ടു. അവന്റെ ദൈവം 1 വർഷം കൊണ്ട് രക്ഷിച്ച് പുറത്തെടുത്തോണ്ട് വന്നു. അവനൊരു ഇന്റർവ്യൂ വെച്ചു. അവന്റെ കഷ്ടത ഒന്നും അവൻ പറയുന്നില്ല. അവൻ പറയണത് എന്റെ ദൈവം പിടിപ്പിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിനകത്തെ അതിന്റെ ഒത്ത നടുക്ക് മാത്രമേ ഒരു അല്പം കഷ്ടതയുള്ളൂ, ബാക്കിയെല്ലാം ദൈവപ്രവൃത്തിയെ വർണ്ണിക്കാനുള്ളൂ. ഒരു ആത്മീയ പൈതൽ കഷ്ടതയിലൂടെ കടന്നു പോയാലും അവന് കഷ്ടതയെക്കുറിച്ച് സംസാരിക്കാനേ ഇല്ല, അവന് ദൈവത്തിന്റെ പ്രവൃത്തി വർണ്ണിക്കാനേ സമയമുള്ളൂ എന്നുള്ളതാണ്. നോക്കൂ, സമ്പത്ത് പൊളിച്ചു മാറ്റി ഒറ്റ നിമിഷം കൊണ്ട്, ചിലപ്പോൾ ഒരു ദിവസങ്ങൾ കൊണ്ട്, എന്തോ ആയിക്കോട്ടെ, നമുക്ക് എങ്ങനെയോ അനുമാനിക്കാം. എന്തായാലും അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫിനാൻഷ്യൽ സ്ട്രക്ചർ മുഴുവനും കിടക്കുന്ന മണ്ണോട് മണ്ണ്. അവന്റെ മൃഗസമ്പത്ത്, അതിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്ത്, വരുമാനം ഒക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ ആരാധന മുടക്കിയില്ല. എന്തൊരു ഭക്തി! ആത്മീയത തകർന്നില്ല. സമ്പത്ത് പൊളിച്ചു മാറ്റി, ആത്മീയത തകർന്നില്ല. ആത്മീയതയുടെ അടിസ്ഥാനം സമ്പത്തല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് കർത്താവിന്റെ വചനം. ഒന്ന്, ആത്മീയതയുടെ അടിസ്ഥാനം ദിവ്യ സംരക്ഷണമല്ല. സാധു സുന്ദർ സിംഗൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞു തിരിച്ചപ്പോൾ എത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടായി. നമുക്ക് ചോദിച്ചൂടെ, ദിവ്യ സംരക്ഷണം ഇല്ലേ? സുന്ദർ സിംഗ് കമ്പ് മാറി നമ്മൾ അടിക്കും, കർത്താവിനെ സൂചിച്ച് പോകാൻ പറയും. അല്ല, നമ്മൾ പോയി ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കേണ്ട. നമ്മൾ പറയും, പുള്ളിയെ കന്നട്ടയെ കൊണ്ട് ഘടിപ്പിച്ചില്ലേ, മരണത്തിന്റെ കുഴിയിലേക്ക് എറിഞ്ഞില്ലേ, ചീഞ്ഞളിഞ്ഞ ശവങ്ങളോടെ കിടന്നില്ലേ? അപ്പൊ പുള്ളിക്ക് അതുകൊണ്ട് ഞാൻ ദൈവത്തെ മുഖത്തപ്പെടുത്തുന്നു, നീ ദൈവത്തെ മുഖത്തപ്പെടുത്തുന്നു പറയും. ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സമ്പത്തല്ല. ആത്മീയയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവിക സംരക്ഷണമല്ല. മൂന്നാമത്തെ പരിശോധന, അവന്റെ തലമുറകളെ പൊളിച്ചു മാറ്റുകയാണ്. മരണം. പെട്ടെന്ന് അതാ 10 മക്കൾ വെള്ള പുതച്ച് മുമ്പിൽ കിടക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. 10 മക്കൾ, തണുത്ത് വിറങ്ങലിച്ച ശരീരം, 1 അല്ല 2 അല്ല, 7 ആൺമക്കൾ, 3 പെൺമക്കൾ, മുഖത്ത് വെള്ളയും മൂടി വീടിന്റെ ഫ്രണ്ടിൽ വന്ന് കിടക്കുകയാണ്. അവിടെ ആ മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവൻ മുട്ടിന്മേൽ നിന്ന് ദൈവത്തെ ആരാധിച്ചു എന്നുള്ളതാണ്. എന്തൊരാത്മീയത! മരണത്തിന് പോലും, ബന്ധത്തിന് പോലും, ദൈവസഭയും ദൈവത്തിലുള്ള ആരാധനയും ദൈവത്തിലുള്ള ബന്ധത്തെയും പിന്നിലേക്ക് വലിക്കാൻ കഴിയാത്തൊരു വലിയ ആത്മീയത. അതുകൊണ്ടല്ലേ ദൈവം സാക്ഷ്യം പറഞ്ഞു ഇവൻ നേരുള്ളവനെന്ന്. അതുകൊണ്ടല്ലേ ദൈവം സാക്ഷ്യം പറഞ്ഞത് ഇവൻ ഭക്തനെന്ന്. ഇവൻ ദോഷം വിട്ടകലുന്നവനെന്ന് വെറുതെ അല്ല ദൈവം ഭക്തനെ കുറിച്ച് പറഞ്ഞത്. തലമുറകളെ പൊളിച്ചു മാറ്റി, ആത്മീയത തകർന്നില്ല. അവൻ താഴെ വീണ് ദൈവത്തെ ആരാധിച്ചു. എന്തൊരാത്മീയത! വെള്ള പുതച്ചു കിടക്കുന്ന 10 മക്കൾ. ആത്മീയതയുടെ അടിസ്ഥാനം ബന്ധങ്ങളല്ല, ആത്മീയതയുടെ അടിസ്ഥാനം മക്കളല്ല. എന്റെ ആത്മീയ അടിസ്ഥാനം എന്റെ ഭാര്യയല്ല, എന്റെ ആത്മീയ അടിസ്ഥാനം എന്റെ അപ്പനല്ല, എന്റെ ആത്മീയയുടെ അടിസ്ഥാനം എന്റെ അമ്മയല്ല. എന്റെ ആത്മീയതയുടെ അടിസ്ഥാനം ആ ആത്മീയത എന്ന വാക്കിനകത്ത് കിടക്കുന്ന ആത്മാവായ ദൈവമാണ്. ഇതാണ് ഒരു തികഞ്ഞ ഭക്തൻ എന്ന് പറയുന്നത്. ഇതാണ് വില്യം കേറിയുടെ ദൈവം, ഇതാണ് RF കുക്കിന്റെ ദൈവം, ഇതാണ് ഗ്രഹാം സ്റ്റെയിൻസിന്റെ ദൈവം. മക്കൾ നശിച്ചു പോയാലും ദൈവത്തെ മറന്നു കളയാത്ത ഭക്തനെയാണ് വേദപുസ്തകം ഭക്തൻ എന്ന് പറയുന്നത്, ദൈവഭക്തൻ എന്ന് പറയുന്നത്, ക്രിസ്തു ഭക്തൻ എന്ന് പറയുന്നത്.
അപ്പൊ ആത്മീയയുടെ അടിസ്ഥാനം എന്തല്ല? ദിവ്യ സംരക്ഷണമല്ല. ആത്മീയയുടെ അടിസ്ഥാനം എന്തല്ല? സമ്പത്തല്ല. ആത്മീയയുടെ അടിസ്ഥാനം എന്തല്ല? ബന്ധങ്ങളല്ല. നാലാമത്, അവന്റെ ശരീരത്തെ പൊളിച്ചു മാറ്റി. ആഹാ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദിവ്യ സംരക്ഷണം തളർന്നു, ദൈവത്തെ കുറ്റം പറഞ്ഞില്ല. എക്കണോമി തകർന്നു, ദൈവത്തെ കുറ്റം പറഞ്ഞില്ല. മക്കൾ മരിച്ചുപോയി, ദൈവത്തെ കുറ്റം പറഞ്ഞില്ല. ഇപ്പൊ ശരീരത്തിന് കേട് വന്നു. യോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ത്വക്കിനോട് വിട്ട് പൊടിഞ്ഞു പോകാനും ഇളകി പോകാനും ആരംഭിച്ചിരിക്കുന്നു. ത്വക്ക് നശിച്ചു പോകാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ശരീരം മുഴുവനും അഴുകുന്നത് എനിക്ക് കാണാം. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഉച്ചന്തല മുതൽ ഉള്ളംകാലിൻ്റെ അടി വരെ പരുക്കൾ പൊങ്ങുന്നത് എനിക്ക് കാണാം. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, കൊട്ടാര സമുന്നമായ അതിനകത്ത് നിന്നും ഈ ഉള്ളംകാലെല്ലാം പരുക്കളെല്ലാം നിറഞ്ഞ് പുള്ളി നടന്ന് എങ്ങനെ ചാരത്തിനകത്ത് പോയി ഇരുന്നായിരിക്കും. പുള്ളി ചാരത്തിനകത്തിരിക്കുകയാണ്. ചിലർ പറയുന്നത് മറ്റേ ഓട്ട് കഷ്ണം കൊണ്ട് ചുരണ്ടി നായ നക്കി കുടിച്ചു എന്നാണ്. അത് ഇപ്പോൾ ഒരു ധനവാന്റെ കഥയാണ് കേട്ടോ, രണ്ടും കൂടെ കൂട്ടി കുടയ്ക്കരുത്. ചിലർ അങ്ങനെയാണല്ലോ. ചിലർ വിത്ത് വിതയ്ക്കാൻ പലരും പുറപ്പെട്ടു, കുറച്ചെടുത്ത് അപ്പുറത്തെറിഞ്ഞു ഇപ്പുറത്തെറിഞ്ഞു കണ്ടം തുണ്ടമായിട്ട് വെട്ടി എറിഞ്ഞു, എല്ലാം കൂടെ വാരിയെടുത്ത് കുട്ടയിലാക്കി എന്ന് പറയുന്ന ടീമുകളാണ്. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അത് രാവിലെ വരും, ഇറങ്ങിപ്പോകും, ഉച്ചയ്ക്ക് കയറും, അപ്പോൾ പകുതി കിട്ടുള്ളൂ. എല്ലാം കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ വികലമായ ഒരു സംഘം. അങ്ങനെയല്ല. ഈ പരുവൊങ്ങിയതും നക്കിയതും ഒക്കെ ധനവാനിൽ കിടക്കണം. ലൂക്കോസ് സുവിശേഷം നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം. പുള്ളി ചാരത്തിലിരിക്കുകയാണ്. പുള്ളിക്ക് ശരീരം മുഴുവൻ പൊങ്ങി, തൊക്ക് തൻ്റെ കണ്ണു മുമ്പിൽ നിൽക്കുമ്പോൾ തൻ്റെ ബന്ധങ്ങളിൽ നിന്ന് ബന്ധം വേർപെട്ട് പോവുകയാണ്. അദ്ദേഹം വിളിച്ചു പറയുന്നു, ശരീര ആരോഗ്യത്തെ പൊളിച്ചു മാറ്റുമ്പോഴും എൻ്റെ ആത്മീയ തകരില്ല, കാരണം എൻ്റെ ആരോഗ്യമല്ല ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനം എന്താണ്? പരുക്കൾ പൊങ്ങിയാലും, രോഗം ബാധിച്ചാലും, ആരൊക്കെ മരിച്ചു പോയാലും, എൻ്റെ ഫിനാൻഷ്യൽ സമ്പത്തിൻ്റെ സകല മേഖലകളും തകർന്നാലും എൻ്റെ ആത്മീയത തകരാതെ നിൽക്കണമെങ്കിൽ യോബിൻ്റെ അകത്ത് വേറെന്തോ കത്തി എന്നുള്ളതാണ്. നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ മനുഷ്യരായി ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്തവൻ്റെ ആത്മീയതയാണ് യോബിൻ്റെ പുസ്തകം വിളിച്ചു പറയുന്നത്. ഒരു മൃദുസ്വരമില്ലല്ലോ, ഒരു സ്വപ്നമില്ലല്ലോ. ചാരത്തിലിരിക്കുന്നവനും, മക്കൾ മരിച്ചു പോയവനും, കുടുംബത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടവനും, ദിവ്യ സംരക്ഷണം നഷ്ടപ്പെട്ടവനും ഒരു മൃദുസ്വരമില്ല. ഏലിയാവിനെ വിളിച്ചുകൊണ്ട് ഒരു മൃദുസ്വരം കേട്ടു. യോസഫ് സ്വപ്നം കണ്ടു, ഇവിടെ സ്വപ്നമില്ല. ദൈവം മിണ്ടുന്നില്ല, ഒരു ദർശനമില്ല, പക്ഷെ ദൈവത്തെ തള്ളി പറയുന്നില്ല. ഹല്ലേലൂയ. ദൈവം എന്താ സംസാരിക്കാത്തേ എന്നൊരു ചോദ്യം നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ തോന്നും. ദൈവം എന്താ ഇടപെടാത്തേ, ദൈവം എന്താ പ്രവർത്തിക്കാത്തേ? പക്ഷെ ഒരു കുഴപ്പവും പുള്ളിക്ക് പറയാനില്ല. ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഒന്നും പറയാനില്ല. അവന്റെ ഉള്ളിൽ അവൻ പറയും, എൻ്റെ ആത്മീയയുടെ അടിസ്ഥാനം നശിച്ചു പോകുന്നത് ഒന്നുമല്ല, നശിക്കാത്ത ദൈവമാണ് എൻ്റെ ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു തികഞ്ഞ ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നശിച്ചു പോയി എന്ന് പറയുന്നത്, നശിച്ചു പോയാലും, ഇപ്പം എൻ്റെ മക്കളൊക്കെ മരിച്ചു പോയാലും, കുടുംബമൊക്കെ തീരെ അന്യാധീനപ്പെട്ടാലും, എല്ലാം നശിച്ചു പോയാലും നമുക്ക് അതല്ല വേദനിപ്പിക്കുന്നത്. ഇതൊന്നുമല്ല വേദനിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ മൗനമാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ മൗനമാണ് ഏറ്റവും വലിയ വേദന. കാരണം 38-ാം അധ്യായം വരെ ദൈവം മിണ്ടുന്നില്ല. അദ്ദേഹത്തിന് പല കൂട്ടുകാരന്മാരെ ഇടയ്ക്ക് വന്ന് ഓരോന്നും പറയുന്നുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, മറ്റൊരവസരത്തിൽ വിശദീകരിച്ചോളാം. ഒരുവൻ വന്ന് ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ അദ്ദേഹം സ്വയം മോട്ടിവേറ്റഡായി കയറി വരും. അടുത്ത സുഹൃത്ത് വരും, അവൻ ഡീമോട്ടിവേറ്റഡ് ചെയ്യും. അപ്പോൾ സ്വയം വീണ്ടും ദൈവത്താൽ കയറി വരും. അടുത്തവൻ കയറി വരും. ഉറ്റ സുഹൃത്തുക്കൾ, ദയവ് ചെയ്ത് ഒരു ആലോചന ഞാൻ നിങ്ങളടുത്ത് പറയാം. നിങ്ങൾ വേദനയിലും കഷ്ടത്തിലൂടെയും കയറി പോകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം നിങ്ങൾ തേടരുത്. ഒരു കാരണവശാലും നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ ആശ്വാസം പ്രാപിക്കരുത്. നിങ്ങളുടെ ആശ്വാസം നിങ്ങൾ പ്രാർത്ഥനയിൽ കണ്ടെത്തണം. നിങ്ങളുടെ ആശ്വാസം ദൈവസഭയിൽ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ ആശ്വാസം ദൈവ മക്കളുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ കണ്ടെത്തണം. അവർ നിങ്ങളെ നശിപ്പിച്ച് കളയും. എന്നാൽ ഇടയ്ക്ക് മറ്റൊരുത്തൻ പ്രത്യക്ഷപ്പെടുകയാണ്, അവനവരെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ സ്വപ്നമില്ലാതെ, ദർശനമില്ലാതെ, മൃദുസ്വരമില്ലാതെ ദൈവത്തെ തള്ളിപ്പറയാത്തവനെ വെളിപ്പെടുത്തുകയാണ് യോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭക്തിയുടെ ധൈര്യത്തിൻ്റെ ആധാരം എന്താണ്? നമ്മൾ അവസാനിപ്പിക്കുകയാണ്, വളരെ ശ്രദ്ധിച്ചോളൂ. യോബ് ഇങ്ങനെ ദൈവത്തെ തള്ളിപ്പറയാതെ തൻ്റെ ജീവിതം മുഴുവനും നിലംപരിചായി, നമുക്കറിയാമല്ലോ, മറ്റു സഹോദരി പറഞ്ഞ പോലെ ഇത് കേട്ടിട്ട് തന്നെ വായിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇത്രയധികം വേദനയിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോയിട്ടും അദ്ദേഹം ദൈവത്തെ തള്ളിപ്പറയാത്തത് എന്തുകൊണ്ട്? അതാണ് നമ്മുടെ അവസാനത്തെ പോയിന്റ്. ഈ ഭക്തിയുടെ ധൈര്യം എന്താണ്? പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു 19-ാം അധ്യായം, യോബ് 19:25. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. അപ്പൊ എന്താ യോബ് ഇത്രയും ഭക്തി മുറുകെ പിടിക്കാനുണ്ടായ കാര്യം? എന്താ അദ്ദേഹം ദൈവത്തെ തള്ളിപ്പറയാത്തത്? പുനരുത്ഥാനം അക്ഷരികമായി സംഭവിക്കാത്ത കാലത്തും മണ്ണോട് മണ്ണ് ഞാൻ അമർന്നാലും, ത്വക്ക് ക്ഷയിച്ചാലും എന്നെ പൊടിയിൽ നിർത്താൻ പൊടിയിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്ന ഒരു ദൈവത്തിൽ യോബ് വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. എൻ്റെ ദൈവം പൊടിയിൽ നിൽക്കും. അദൃശ്യനായ
രൂപമില്ലാത്ത അത്യുഗ്ര വെളിച്ചത്തിൽ വസിക്കുന്ന, ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത, ഗ്രഹിക്കാൻ കഴിയാത്ത ഈ ദൈവം എങ്ങനെയാണ് പൊടിയിൽ വന്ന് നിൽക്കുക? അവിടെയാണ് ലൂക്കോസ് 2:10. അവിടെയാണ് ലൂക്കോസിന്റെ 2:10. അവിടെയാണ് ലൂക്കോസ് 2:10. സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. ഇന്ന് നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. അന്നൊരു കാലഘട്ടത്തിൽ ഹൃദയത്തിനകത്ത് പ്രത്യാശയാൽ മാത്രം നിറഞ്ഞിരുന്ന സംഭവം ഈ കാലഘട്ടത്തിൽ അക്ഷരികമായി ദൈവം നടത്തി പൂർത്തീകരിച്ച് നമ്മുടെ മുമ്പിൽ ഒരു വലിയ വഴി വെട്ടിത്തെളിച്ചിട്ട് നമ്മെ രക്ഷയിലേക്ക് നടത്താൻ, നമ്മെ നന്മയിലേക്ക് നടത്താൻ, നമ്മെ യഥാസ്ഥാനപ്പെടുത്താൻ, നമ്മുടെ കുറവുകളെ നികത്തി നമ്മെ ഉന്മൂലമാക്കാൻ ആഗ്രഹിക്കുന്ന പിശാചിന്റെ കയ്യിൽ നിന്നും നമ്മെ വിടുവിച്ച് യഥാസ്ഥാനപ്പെടുത്തി സംരക്ഷിക്കാൻ ദൈവം ജഡമെടുത്ത് ഭൂമിയിൽ ഈ പൊടിയിൽ വന്ന് നിന്നു. യേശു നമ്മോട് കൂടെയുണ്ട്. നമുക്ക് വേണ്ടി പൊടിയിൽ ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. എൻ്റെ ത്വക്ക് നശിച്ച ശേഷം ദേഹസഹിതനായി ഞാൻ കാണും എന്ന് അന്ന് യോബ് തൻ്റെ പ്രത്യാശയിൽ പറഞ്ഞെങ്കിൽ, ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു ദേഹസഹിതനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവിടെ നിന്ന് മരണം സ്വീകരിച്ചു. സകല മനുഷ്യരിലും ആദ്യ ഫലമായി നിങ്ങൾ അറിയും പോലെ അവിടുന്ന് മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. നമുക്കെല്ലാവർക്കും ആ പ്രത്യാശയെ ഉറപ്പിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, യോബ് മരിച്ചു, യോബിന്റെ കുട്ടികൾ മരിച്ചു. എന്നാൽ യോബ് ഉയർത്തെഴുന്നേറ്റ് വരും, നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരും. നമ്മുടെ നല്ല കർത്താവായ യേശു ക്രിസ്തു ഈ ആകാശത്ത് വെളിപ്പെടുമ്പോൾ, മക്കളെ നിങ്ങൾ എഴുന്നേറ്റ് വരുവിൻ എന്നുള്ള വിളിയുടെ മുൻപിൽ നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് വരും. നിങ്ങൾക്കറിയാമോ, യോബിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി. തനിക്ക് 3 പെൺമക്കൾ ജനിച്ചു എന്ന് പറയുന്നു. ഒന്ന് യമീമ, മറ്റൊന്ന് അക്സ, മറ്റൊന്ന് കേരൻ ഹപ്പൂക്ക്. യമീമ എന്ന് പറഞ്ഞ പ്രകാശമാണ്. ജീവിതത്തിൽ അന്ധകാരം വന്നത് എന്തിനാണെന്ന് അറിയാമോ? നിന്റെ അന്ധകാരത്തെ പ്രകാശമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധം എന്നാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ദുർഗന്ധം അടിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ സുഗന്ധത്തെ പരത്താൻ വേണ്ടിയിട്ടാണ്. കേരൻ ഹപ്പൂക്ക് എന്ന് പറഞ്ഞാൽ അഞ്ചനം എന്നതാണ്. അഞ്ചനം, കൺമഷി. നമ്മുടെ കണ്ണ് കരഞ്ഞ് 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 അത് വീർത്ത് കണ്ണ് മുഴുവൻ കലങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ എഴുതാൻ ലേപവുമായി കടന്നു വരുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ വായിൽ ചിരി തരുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തെയാണ് ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മീയത അടിസ്ഥാനം കേവലം നശിച്ചു പോകുന്ന താൽക്കാലിക വസ്തുക്കളിലാകരുത്. ഇന്ന് പകൽ തിരിച്ചു പറയണം, എൻ്റെ ആത്മീയത അടിസ്ഥാനം നശിച്ചു പോകാത്തത് നിലനിൽക്കുന്നതായ ദൈവത്തിനത്രേ. അവിടുത്തെ മുഖം നോക്കി ഞാൻ അന്വേഷിക്കും, അവിടുത്തെ മാത്രം ഞാൻ പിൻപറ്റും. എൻ്റെ കുറവുകളെയും വല്ലായ്മകളെയും അവിടുന്ന് മാറ്റും. ഞാൻ അവരിൽ ആശ്രയിക്കും. കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഈ വചനങ്ങളാൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.